ഭൂമിയിൽ കുഴിച്ചിടും മുമ്പ് നമ്മുടെ ഹൃദയത്തിൽ കുഴിച്ചിടണം. എന്താണെന്നറിയാവോ? അതായത് ഈ സഹനം, ചില സഹനങ്ങൾ ഹൃദയത്തെ കുഴിച്ചിടേണ്ടതാണ്, നാട്ടി ഉറപ്പിക്കേണ്ടതാണ്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട, പരിശുദ്ധ ദൈവമാതാവേ, ശ്രീവാമേൽ തറക്കപ്പെട്ട കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിച്ചുറപ്പിക്കണമേ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കുന്ന ഒരു ദിവസമാണിത്. എന്നുവെച്ചാൽ ചില സഹനങ്ങൾ ഹൃദയത്തെ പതിച്ചുറപ്പിക്കേണ്ടതാണ്. ചില സഹനങ്ങൾ അങ്ങനെയാണ്. ക്രിസ്തുവിൻ്റെ ധൈര്യം ഇതാണ്, മറ്റുള്ളവരല്ല, ഞാൻ തന്നെയാണ് ഉത്തരവാദി. നമ്മളെ സൃഷ്ടിച്ചതിന് ഉത്തരവാദി അങ്ങേരാണല്ല. അപ്പോൾ അതുകൊണ്ട് ആ സൃഷ്ടികൾ വരുന്ന എല്ലാ പോരായ്മയും ക്രിസ്തു തന്നെ ഏറ്റെടുക്കുകയാണ്. മതപ്രകാരമുള്ള ഹനയാഗങ്ങളിലെ ഹോമയാഗങ്ങളിലെ ഞാൻ സംതൃപ്തനായില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, സങ്കീർത്തനം 40-ാമത്തെ സങ്കീർത്തനം 6 മുതൽ 8 വാക്യങ്ങൾ. ബലികളും കാഴ്ചകളും അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല, എന്നാൽ അവിടുന്ന് എന്റെ കാതുകൾ തുറന്നു തന്നു. ദഹനബലിയും പാപപരിഹാര ബലിയും അവിടുന്ന് ആവശ്യപ്പെട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു. പുസ്തക ചുരുളിൽ എന്നെപ്പറ്റി എഴുതിയിട്ടുണ്ട്. എന്റെ ദൈവമേ, അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എന്റെ സന്തോഷം. അങ്ങയുടെ നിയമം എൻ്റെ ഹൃദയത്തിലുണ്ട്. അപ്പം ദൈവവചന ഹൃദയത്തിൽ സ്വീകരിച്ചിട്ട്, പിതാവിൻ്റെ ഇഷ്ടം ഹൃദയത്തിൽ സ്വീകരിച്ചിട്ട് അത് നിറവേറ്റാൻ പുത്രൻ അത് നിറവേറ്റുന്ന ദിവസമാണ് ദുഃഖ വെള്ളിയാഴ്ച. അതിൻ്റെ കാരണം എന്താണ്? മനുഷ്യൻ ചെയ്ത പാപത്തിന് പരിഹാരം ചെയ്യാൻ മനുഷ്യന് സാധ്യമല്ല, മൃഗങ്ങൾക്ക് സാധ്യമല്ല. എന്താ കാര്യം? അത് ചെയ്തിരിക്കുന്നത് ഒരു ഈക്വൽ പാർട്ട്നറോടല്ല, ദൈവത്തോടാണ്. അപ്പം മനുഷ്യൻ ദൈവത്തോട് ചെയ്ത പാപമാണ്. ഇപ്പം നമ്മൾ ചിലർ പറയത്തില്ലേ, ഇപ്പം നമ്മളൊരു കല്ല് തന്നെ എടുത്തിട്ട് ഒരു പട്ടി എറിയുന്നു, ഒരു കല്ലെടുത്ത് പട്ടി എറിയുന്നു, പട്ടി മുങ്ങിക്കൊണ്ട് പോകും. ആ കല്ല് തന്നെ എടുത്ത് പ്രാന്തൻ എറിയുന്നു, പ്രാന്തൻ നമ്മളെ തെറി പിടിച്ചിട്ട് പോകും. അപ്പോൾ ഇതിൻ്റെ ഒരേ കല്ല് ഒരേ വ്യക്തി, പക്ഷേ എറിയണ ആൾ തെറ്റുണ്ട്, വ്യത്യാസം. ഇതാണ് യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിന് ഇടയാക്കിയ സിമ്പിൾ കാരണം. മനുഷ്യൻ ദൈവത്തോട് ചെയ്ത പാപം പരിഹരിക്കാൻ മൃഗങ്ങൾക്ക് കഴിഞ്ഞില്ലെന്ന്